ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് 2 ലക്ഷം രൂപ ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് 50,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. എനിക്ക് ഇതിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ കിട്ടിയതിൻ്റെ പ്രൂഫ് ഞാനിവിടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ആപ്പിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് 2 ലക്ഷം ലോൺ കിട്ടിയിട്ടുള്ളത്. എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന് 1 lakh 1.5 lakhs കിട്ടിയിട്ടുണ്ട്. അപ്പം 2 ലക്ഷത്തിൽ കൂടുതലും അതിൽ കുറവും കിട്ടിയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ മാക്സിമം 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്നത്. പിന്നെ ഇതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ 23 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. 23 വയസ്സ് കഴിഞ്ഞവരും 60 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. പിന്നെ നിങ്ങളുടെ മന്ത്ലി ഇൻകം 25,000 എങ്കിലും ഉണ്ടാവണം. മാസ വരുമാനം ഒരു 25,000 രൂപയെങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ളവരായിരിക്കണം. പിന്നെ ലോൺ എമൗണ്ട് 50,000 തൊട്ട് മിനിമം 50,000, മാക്സിമം 5 ലക്ഷം രൂപയാണ്. റീപേയ്മെൻ്റ് എന്ന് പറയുന്നത് 12 മാസം തൊട്ട് 36 മാസം വരെയാണ് നമുക്ക് ഇതിൻ്റെ കാലാവധി കിട്ടുക. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10.39% to 30% പെർ ആനുമാണ് നോക്കിയിട്ട് എടുക്കുക. പ്രോസസ്സിംഗ് ഫീ 1.18% to 3.54% ആണ്. പിന്നെ GST ഉണ്ട്. കൊളാട്രലൊന്നും വേണ്ട. സിമ്പിൾ ഡോക്യുമെൻറ്റേഷനാണ്. പിന്നെ ഒരു കാര്യം, ഇവർ വ്യക്തമായിട്ട് എല്ലാ ഡീറ്റെയിൽസും നോക്കിയതിന് ശേഷം മാത്രമേ ലോൺ തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് തരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നോക്കുകയും ചെയ്യും. വീഡിയോ കോൾ വഴിയിട്ട് വെരിഫിക്കേഷൻ ഉണ്ട്. വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ ആധാർ, പാൻ കാർഡ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ലോൺ തരുള്ളൂ. നല്ല സിബിൽ വേണം. നല്ല സിബിൽ ഉണ്ടെങ്കിലേ അവർ ലോൺ തരുള്ളൂ. നമ്മൾ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുവെന്ന് കണ്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ അവർ ഇത്രയും രൂപയൊക്കെ നമുക്ക് ലോൺ തരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ പൂനാവാല പോലുള്ളതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതിലോളെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലും ഇതുപോലെ മണി ഏണിംഗ് ടോപ്പിക്സ് ഓർ മണി റിലേറ്റഡ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഫസ്റ്റ് എൻ്റെ ലോൺ ഡീറ്റെയിൽസ് കാണാം. ഞാൻ പേടിഎമ്മിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുണ്ടായത്. പക്ഷേ പേടിഎം ഇല്ലെങ്കിലും നമുക്ക് ലോൺ എടുക്കാം. പേടിഎം ഇല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ആപ്പ് അവൈലബിൾ ആണ്, അതിൽ നിന്ന് ലോൺ എടുക്കാം. ഫസ്റ്റ് പേടിഎം ഉള്ളവർക്ക് എങ്ങനെ ലോൺ എടുക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് പേടിഎം ഇല്ലാത്തവർക്കുള്ളതും ഞാനിതിൽ പറയുന്നുണ്ട്. പേടിഎം ഉള്ളവരാണെങ്കിൽ അതിൽ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ കാണും. അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അവിടെ കാണാം. എനിക്കിപ്പോൾ 9,472 രൂപയാണ് മാസം പേ ചെയ്യേണ്ടത്. എനിക്ക് 2 ലക്ഷം രൂപ അപ്രൂവായി. എനിക്ക് 1,71,000 രൂപയാണ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എനിക്കിനി ഒരു 7 EMI കൂടെ ഉള്ളൂ. 7 EMI കൂടെ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോൺ ക്ലോസ് ആവും. പിന്നെ നമുക്ക് വേറെ ഫിനാൻസുകൾ പോലെ വലിയ പ്രശ്നമില്ല. നമുക്ക് ഒരാഴ്ച അടച്ചില്ലെങ്കിലും 500 രൂപ നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. വേറെ വിഷയങ്ങളൊന്നുമില്ല. ആദിത്യ ബിർള ഫിനാൻസിൻ്റെ ലോണാണ് കേട്ടോ. പേടിഎമ്മിൽ വേറെയും ലോൺസ് അവൈലബിൾ ആണ്, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആദിത്യ ബിർളയുടെയാണ്. ഇനി പേടിഎം ഇല്ലാത്തവർക്കും ഇതിൽ നിന്ന് ലോൺ എടുക്കാം. പ്രൊസീജിയർ എല്ലാം ഒരുപോലെയാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ABCD അല്ലെങ്കിൽ ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദിത്യ ബിർള ഫിനാൻസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ആദിത്യ ബിർളയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പരും OTPയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഒരു MPIN സെറ്റ് ചെയ്യാൻ ചോദിക്കും, അതോടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പം കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. അത് വായിച്ചതിന് ശേഷം അപ്ലൈ ലോൺ കൊടുക്കുക. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ 15-20 മിനിറ്റിനകത്ത് ലോൺ കിട്ടും. ബേസിക് ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻസ്, ലോൺ ഡീറ്റെയിൽസ്, വെരിഫിക്കേഷൻ, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. 4 പ്രോസസ്സേ ഉള്ളൂ. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ നമ്പർ, ആധാർ നമ്പർ, പിന്നെ നിങ്ങൾ എന്തിനാണ് ലോൺ എടുക്കുന്നത്. പിന്നെ ഇതിൽ ഹോം ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട്, പിന്നെ ബിസിനസ് ലോണുണ്ട്, ഗോൾഡ് ലോണുണ്ട്. നിങ്ങൾക്ക് ഏത് ലോണാണ് വേണ്ടത്, നിങ്ങൾ ലോൺ എടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ എല്ലാം പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ കാണും. അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ ചോദിക്കും. അതിലോട്ട് ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഒരു 15-20 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ആദിത്യ ബിർള ഫിനാൻസിൻ്റെ ലോൺ എടുക്കാം. നിങ്ങൾ പൂനെവാല പോലുള്ളത് നിന്നൊക്കെ ലോൺ, DMI, പൂനെവാല, അതിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതിനെക്കാട്ടും ബെറ്ററാണ് ആദിത്യ ബിർളയുടെ ഫിനാൻസിൻ്റെ ലോണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.